നിങ്ങളുടെ വെഡിങ് ഫോട്ടോസ് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ടോണിൽ തന്നെ സേവ് ചെയ്യാനും ആൽബത്തിലേക്ക് പ്രിന്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ജോസഫ് രാധിക്ക് അല്ലെങ്കിൽ ഹൗസ് ഓൺ ദി ക്ലൗഡ്സ് അവരുടെയൊക്കെ ഫോട്ടോഗ്രാഫി ഔട്ട്പുട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊക്കെ ആ ഒരു നാച്ചുറൽ ടോണിൽ തന്നെ ആ ഒരു സംഭവം നടന്നിട്ടുള്ള ആ ഒരു ആംബിയൻസ് മൂഡും കാര്യങ്ങളിലൊക്കെ അതിന്റെ കൃത്യമായിട്ടുള്ള ടോണിൽ തന്നെയായിരിക്കും പടത്തിന്റെ ഔട്ട്പുട്ടും ഉണ്ടാവുക. അപ്ലോഡ് ചെയ്യുന്ന ഏത് സെലിബ്രിറ്റി വെഡിങ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പേജ് ഒക്കെ കാണാൻ ഇപ്പോൾ കഴിഞ്ഞ കീർത്തി സുരേഷിന്റെ ഒക്കെ വെഡിങ് ആ ഒരു സെയിം ടോണിൽ തന്നെ ആയിരിക്കും. അതിനകത്ത് വേറൊരു കളർ ഗ്രേഡിങ്ങോ അല്ലെങ്കിൽ വേറൊരു മൂഡ് ക്രിയേഷൻ ചെയ്യലോ ഒന്നും ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് പിന്നീട് അത് എടുത്തു നോക്കുമ്പോൾ ആ നാച്ചുറൽ ടോണിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ഫോട്ടോസ് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് മെമ്മറി റീകളക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ടോണിൽ തന്നെ നമ്മൾ അതിനെ കളർ ഗ്രേഡ് ചെയ്തിട്ട് വേറെ തന്നെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് അത്തരത്തിലൊരു വേറെ തന്നെ ഇമേജ് ആക്കി മാറ്റുമ്പോൾ നമുക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഒരു റീകളക്ഷൻ അത് പറ്റത്തില്ല. സോ ഇപ്പൊ തന്നെ നമ്മളിപ്പോ പഴയ ഫോട്ടോസ് നമ്മുടെ അച്ഛനമ്മേന്റെ ഒക്കെ ഫോട്ടോസ് അല്ലെ നമ്മൾ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ പോകാൻ പറ്റും. ഒരു 90s ഫോട്ടോസ് 80s ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് അന്നത്തെ വഴി, അന്നത്തെ ആൾക്കാർ, അന്നത്തെ ആ സ്ഥലത്തിന്റെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ആ ഒരു കാലഘട്ടത്തിലോട്ട് പോകാൻ പറ്റുന്നത് അതിന്റെ ആ ഒരു നാച്ചുറൽ ടോണിൽ അത് കാണപ്പെടുകയാണ്. മറിച്ച് നമ്മൾ അതിനെ ഗ്രേഡ് ചെയ്തിട്ട് വേറൊരു ജവാഗ്രഹത്തിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന പോലത്തെ ഒരു ലുക്കാക്കി മാറ്റിയാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ സാധാരണ പടങ്ങളൊക്കെ ഈ ഹൊറർ എഫക്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് അങ്ങനെ ഒരു തീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അത്തരത്തിലുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളിപ്പോൾ ആൽബത്തിന്റെ കാര്യത്തിൽ വെഡിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാകുമ്പോൾ നമുക്ക് ഓർമ്മകൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യമാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നാച്ചുറൽ ടോണിൽ തന്നെ സേവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഔട്ട്ഡോർ ആണെങ്കിലും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എല്ലാം ആ ഒരു നാച്ചുറൽ ടോണിൽ തന്നെ കിട്ടിയാൽ തന്നെ നമുക്ക് പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് ആൽബങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് വരാനും ഇന്നത്തെ ഓർമ്മകൾ പുതുക്കാനും പെട്ടെന്ന് പറ്റും.